നല്ല വിധി തന്നെയാണ് കിട്ടിയത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോകും. പിന്നെ ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. ഈ പൈസ ഓരോരുത്തരും അടയ്ക്കേണ്ടി വരും. ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിൻ്റെ വീട്ടുകാർക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിധി നല്ല രീതിയിലുള്ള വിധിയാണ്. വിധി ഹാപ്പിയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം തന്നെ കുടുംബം പറയുന്നത് അതിൽ പൂർണ്ണമായും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. ആൾക്കാർക്ക് വധശിക്ഷയ്ക്ക് അത് റെയറസ്റ്റ് ഓഫ് റെയർ കേസിൻ്റെ പെർവ്യൂവിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു. കോടതിയുടെ കണ്ടെത്തൽ അത് റെയറസ്റ്റ് ഓഫ് റെയർ കേസിൽ പെർവ്യൂവിൽ വരുന്നില്ല, അതിൻ്റെ ഇതിൽ വരുന്നില്ല അതുകൊണ്ടാണ് ജീവപര്യന്തമായത്. ഇനി ഈ കേസിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് അഡ്വക്കേറ്റ് പത്മനാഭനെ കുറിച്ചാണ്. ഇദ്ദേഹമാണ് ഈ വിക്ടിംസിൻ്റെ പാരൻസിന് എന്ന് വെച്ചാൽ ഈ മരിച്ച 2 പേരുടെയും പാരൻസിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തത് ഈ കേസിൽ. വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. ഇദ്ദേഹമായിരിക്കും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ ഇദ്ദേഹമായിരിക്കും കോമ്പറ്റൻറ്റ്. വളരെയധികം സന്തോഷകരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. കാരണം കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ്. അതിൽ എൻ്റേതായിട്ടുള്ളൊരു റോള് വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമാണ്. അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പരിശോധിച്ച് അത് തീരുമാനിക്കും. അതെ, അത് വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടിയില്ല. ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പറഞ്ഞല്ലോ, വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റിയിട്ടുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് കോടതിയുടെ ഒരു വ്യൂ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ലല്ലോ. അത് പരിശോധിച്ചതിന് ശേഷം യുക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും. അത് CBI പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പർവ്യൂവിൽ പെടുന്ന ഒരു ഇതല്ല. അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ളൊരു സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൻ്റെ പരിധിയിൽ പെടുന്നൊരു കേസല്ല ഇത്. അതുകൊണ്ടാണ് അങ്ങനെ ഈ ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത്.